ഞാൻ ഈ കയറിപ്പറിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിലെ മരത്തിലുണ്ടായിരുന്ന കൊക്കോ പഴമാണ്. ഈ വർഷം കുറച്ചധികം ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു സൂത്രം ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കിത് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വിത്തൊക്കെ എടുക്കാം. ഇത് നമ്മുടെ സീതാരങ്ങ പോലെ തന്നെയാണ് കേട്ടോ, പക്ഷേ ഒരു ചെറിയ പുളിയും കൂടി ഉണ്ടാവും. എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ആദ്യമൊക്കെ ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഞങ്ങൾ അതിൻ്റെ പൾപ്പ് മാത്രം കഴിച്ച് കുരുവൊക്കെ വെറുതെ വേസ്റ്റാക്കി കളഞ്ഞു. പിന്നെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഇത് വെച്ചിട്ടാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുക എന്ന് മനസ്സിലായത്. അതിൻ്റെ ഉള്ളിലത്തെ പഴുപ്പൊക്കെ എടുത്ത ശേഷം ഇത് 2-3 തവണ കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഞാനിത് ഉണക്കാനിടുന്നത്. ഏകദേശം ഒരു 2 ആഴ്ചയെങ്കിലും ഉണങ്ങാനെടുക്കും. മഴയായതുകൊണ്ട് ഇനി അതിൽ കൂടുമോന്നും അറിയില്ല. ഏകദേശം 4 ആഴ്ച എടുത്തു എനിക്ക് ആ വിത്തൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാൻ. മഴയായതുകൊണ്ട് ഇത്രയും സമയം എടുത്തതാണ്. അപ്പോൾ നമുക്ക് ആദ്യം അടുപ്പിൽ വെച്ച് ഇതൊന്ന് വറുത്തെടുക്കാം. നന്നായി വറുക്കേണ്ട കാരണമാണ് ഞാൻ അടുപ്പിൽ വെച്ച് ചെയ്യുന്നത്. നല്ലോണം വറുത്തെടുക്കണം കേട്ടോ, എന്നാലേ നമുക്കത് കൈ കൊണ്ട് ഞെരടുമ്പോഴേക്കും അതിൻ്റെ പുറന്തോടെ പൊളിച്ച് കിട്ടുള്ളൂ. ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാനത് വറുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും മക്കളും കൂടി അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ വിത്തെടുത്തു, നമ്മുടെ കൊക്കോ. അതിനിടയിൽ കൂടെ ഇത് കഴിച്ചു നോക്കട്ടെ എന്നൊക്കെ മോള് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് നല്ല കയ്പ്പായതുകൊണ്ട് അവൾ ഒന്ന് കഴിച്ചതും അത് നിർത്തി. പിന്നെ അതെങ്ങനെ ഉണ്ടാക്കുക, ഇതിലെന്തൊക്കെ ചേർക്കണം എന്നൊക്കെ ചോദ്യങ്ങളായി. പിന്നെ നമുക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. കുറച്ച് തരികൾ ഏറെ തന്നെ ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചലിച്ചെടുക്കാം. ഇത് ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യം ചീഞ്ചട്ടി വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3 കപ്പ് വെള്ളമാണ് എടുത്തത്. പിന്നെ കൊക്കോ പൊടി